ഇന്നലെ മാലാഖമാരുടെ പറുദീസയിലേക്ക് പ്രവേശിച്ച മലങ്കര ഓർത്തഡോക്സ് സഭാപുത്രൻ കൊട്ടാരക്കര വടകോട് ചരുവിള ബദേൽ വീട്ടിൽ പരേതനായ ജോർജിന്റെ മകൻ ഐസക് ജോർജിന് അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ എത്തിച്ച ഹൃദയം ഇപ്പോൾ അജിൻ എന്നയാളിൽ തുടിക്കുകയാണ്. ഇന്നലെ മാലാഖമാരുടെ പറുദീസയിലേക്ക് പ്രവേശിച്ച മലങ്കര ഓർത്തഡോക്സ് സഭാപുത്രൻ കൊട്ടാരക്കര വടകോട് ചരുവിള ബദേൽ വീട്ടിൽ പരേതനായ ജോർജിന്റെ മകൻ ഐസക് ജോർജിന്റെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ എത്തിച്ച ഹൃദയം ഇപ്പോൾ അജിൻ എന്നയാളിൽ തുടിക്കുകയാണ്. ഈ വിഷയത്തിൽ വൈകാരികമായ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുകയാണ് ഡോക്ടർ ജോ ജോസഫ്. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വിറച്ചെന്ന് ജോ ജോസഫിന്റെ കുറിപ്പിൽ പറയുന്നു. പുറമേ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായി പരുക്കൊന്നുമില്ലായിരുന്നു ഐസക്കിന്. എന്നാൽ അപകടത്തിൽ തലച്ചോറ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു. ഹൃദയവും 2 വൃക്കകളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. എന്നാൽ ഡോക്ടർ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും തന്റെ സർക്കാരിൽ അഭിമാനം തോന്നുകയും തന്റെ സിസ്റ്റത്തിലെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത ദിവസം കൂടിയായിരുന്നു ഇന്നലെയെന്ന് കുറിപ്പിൽ പറയുന്നു. ആർക്കാണ് ഇത്ര ധൃതി എന്ന തലക്കെട്ടിലാണ് ഡോക്ടർ ജോ ജോസഫ് അനുഭവം കുറിച്ചത്. എനിക്കിന്ന് നല്ല ധൃതിയായിരുന്നു. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം വേഗത്തിൽ ഏറ്റവും അധികം ദൂരം യാത്ര ചെയ്തവരിൽ ഒരാളായിരിക്കും ഞാൻ. സമയവുമായുള്ള ഓട്ട മത്സരമായിരുന്നു എന്ന് തന്നെ പറയാം. രാത്രി 2 മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാവിലെ 6:30 തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെത്തി. ഹൃദയവുമായി ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പുറപ്പെട്ട് വെറും 7 മിനിറ്റിനുള്ളിൽ കിംസിൽ നിന്ന് വിമാനത്താവളത്തിലെത്തി. ഹെലികോപ്റ്റർ വഴി 3/4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തും ഹയാത്ത് ഹോട്ടലിലെ ഹെലിപ്പാഡിൽ നിന്ന് വെറും 5 മിനിറ്റിൽ ലിസി ആശുപത്രിയിലെത്തുകയും ചെയ്തു. കാരണം ഇന്നത്തെ ഓരോ മിനിറ്റിനും ഒരു ജീവന്റെ വിലയുണ്ടായിരുന്നു. ഡോക്ടർ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും എന്റെ സർക്കാരിൽ അഭിമാനം തോന്നുകയും എന്റെ സിസ്റ്റത്തിലെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത ദിവസം കൂടിയായിരുന്നു ഇന്ന്. കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വിറച്ചു. പുറമെ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായി പരുക്കൊന്നുമില്ലായിരുന്നു ഐസക്കിന്. എന്നാൽ അപകടത്തിൽ തലച്ചോറ് പൂർണ്ണമായി പ്രവർത്തനരഹിതമായിരുന്നു. മനോഹര ജീവിത സ്വപ്നങ്ങൾ കണ്ടു നടക്കുന്ന പ്രായത്തിൽ ആ സ്വപ്നങ്ങൾക്ക് പുറകെ പായുമ്പോൾ ആകസ്മികമായി വന്നു ചേർന്ന അപകടത്തിൽ പൂർണ്ണമായി തകർന്നു നിൽക്കുമ്പോഴും ഐസക്കിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന മഹാദാനം ചെയ്യുവാൻ ഐസക്കിന്റെ കുടുംബം കാണിച്ച ആ വലിയ പുണ്യത്തിന് നന്ദി പറയാൻ വാക്കുകൾ മതിയാവില്ല. ഹൃദയവും 2 വൃക്കകളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നു. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട് നിൽക്കുമ്പോഴും സ്വന്തം മകന്റെ, സ്വന്തം സഹോദരന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവിക്കാനായി ദാനം ചെയ്യാമെന്ന ആ തോന്നൽ കുടുംബത്തിനുണ്ടായത് ഐസക് ജോർജ് വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം കൊണ്ട് തന്നെയായിരിക്കണം. മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലപ്പുറം നന്മത്തം ചെയ്യാൻ സാധിക്കുമോ? ഇതിലപ്പുറം ഒരു നല്ല മനുഷ്യനാക്കാൻ സാധിക്കുമോ? ഇതിനപ്പുറം മാനവികത ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് തന്നെ യാത്രയിലുടനീളം ആ ഹൃദയമടങ്ങിയ പെട്ടി ആദരവോടെ എന്റെ ശരീരത്തോട് ചേർത്ത് തന്നെ പിടിച്ചു ഞാൻ. ഡോണർ അലർട്ട് കിട്ടിയത് മുതൽ എന്റെ സർക്കാർ ഈ ഉദ്യമത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇന്നലെ പാതിരാത്രി മുതൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും, മന്ത്രി പി രാജീവും അദ്ദേഹത്തിന്റെ ഓഫീസും, ആരോഗ്യമന്ത്രി ഓഫീസും നിരന്തരം ഇടപെടുകയും സർക്കാരിന്റെ സഹായത്തോടു കൂടി ഹെലികോപ്റ്റർ സേവനം വിട്ടു നൽകുകയും ചെയ്തു. തിരുവനന്തപുരത്തും എറണാകുളത്തും സങ്കീർണമായ കാര്യങ്ങൾ എല്ലാം ഏകോപിപ്പിച്ചത് മുതിർന്ന IPS IAS ഓഫീസർമാരായിരുന്നു. കിംസ് ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കും ഹായത്ത് ഹെലിപ്പാഡിൽ നിന്ന് ആശുപത്രിയിലേക്കും ഗ്രീൻ കോറിഡോർ ഒരുക്കിയത് ഈ 2 നഗരങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അണുവിട തെറ്റാത്ത ആസൂത്രണം, ഏകോപനം. എന്റെ സർക്കാരിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിനം കൂടിയായിരുന്നു ഇന്ന്. പല ആശുപത്രികൾ, അനേകം ഡോക്ടർമാർ, അത്യന്തം ഗൗരവമായ നിയമ നൂലാമാലകൾ, ഇതെല്ലാം ഏകോപിപ്പിച്ചതും നടപ്പാക്കിയതും എന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു. ഓരോ നിമിഷവും സങ്കീർണമായ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്തത് കേസോട്ടോ നോഡൽ ഓഫീസർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസിന്റെ നേതൃത്വത്തിലുള്ള കേസോട്ടോ ടീമായിരുന്നു. അതെ, എന്റെ സംസ്ഥാനത്തിന്റെ സിസ്റ്റത്തിൽ, എന്റെ സർക്കാരിൽ, എന്റെ പ്രത്യയശാസ്ത്രത്തിൽ, ഞാൻ വിശ്വസിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിവസമായിരുന്നു ഇന്ന്. ഇല്ല, മരിക്കുന്നില്ല. സഖാവ് ഐസക് മരിക്കുന്നില്ല, ജീവിക്കുന്നു അനേകരിലൂടെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.